ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചയൂണിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ചിക്കൻ ബോൺലെസ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഒനിയൻ, പിന്നെ ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഇത്ര സാധനമാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്കുള്ള മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് 2 വറ്റൽമുളകും കുറച്ച് കുരുമുളകും കൊത്തമല്ലിയും ജീരകവും കൂടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ചുകൊണ്ട് വരണം. പൊടിച്ചെന്ന് വെച്ചാൽ തരിയായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ആ മസാല വറുത്ത് വെച്ചിരുന്ന് ഞാൻ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കാം. പാത്രത്തിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് വറ്റൽ മുളകും കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് സ്വല്പം മുളക് പൊടി ചേർത്ത് ഒരു കളറിന് വേണ്ടിയിട്ട്, കുരുമുളകാണ് ഞാൻ അധികം ചേർക്കുന്നത്, അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിലും നമുക്ക് കുറച്ച് ഞാൻ അതിനകത്ത് ചേർത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്വല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തിട്ട് അങ്ങനെ തന്നെ നമ്മൾ അടച്ച് വെച്ചിട്ടൊരു 5-6 മിനിറ്റ് വേവിക്കാം. ചിക്കനിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ചിക്കനിൽ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളകാണ് ഞാൻ കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കനൊക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ശരിക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിയായിരുന്നു. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യാം. ഇനി ഞാൻ അതിൻ്റെ മേലിലേക്ക് കുറച്ച് ഒനിയൻ സ്ലൈസായിട്ട് അരിഞ്ഞിച്ചിരിക്കുന്നത് ചേർക്കുക. കുറച്ച് ഇഞ്ചിയും കൂടി ഇങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഞാനൊരു ചെറിയ തക്കാളി മുറിച്ചതും കൂടി മേളിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ സിമ്പിൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. ready, chicken curry ready. Thank you for watching. Bye.